റോഷി അഗസ്റ്റിൻ തോക്കുകയാണെങ്കിൽ LDF തന്നെ ഉറച്ചു നിൽക്കാനുള്ള തീരുമാനം എടുക്കുക. ഇപ്പോഴും ആ തീരുമാനം അങ്ങനെ എടുത്തത്. അല്ല, പിളർപ്പ് ഉണ്ടാകണമെങ്കിൽ കയ്യിൽ മരുന്നുണ്ടാവണമല്ലോ. അതായത് കയ്യിൽ ഒരു MLA എങ്കിലും ഇല്ലാതെ പിളരുക എന്നുള്ളത് എത്രമാത്രം പോസിബിൾ ആയ സംഗതിയാണ്. എങ്കിൽ മാത്രമേ അപ്പുറത്ത് വില പേശാനും പറ്റുള്ളൂ. റോഷി അഗസ്റ്റിൻ കുറച്ച് പ്രതിസന്ധിയിലാണ് എന്ന് പൊതുവെ അവിടെയുള്ള ആളുകൾ പറയുന്നു. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ റോഷി അഗസ്റ്റിന്റെ മണ്ഡലമായ ഇടുക്കിക്കകത്തുണ്ടായിരുന്ന ആ ഇടുക്കി അസംബ്ലിക്കകത്തുള്ള എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും LDF തോറ്റുപോയി. എന്ന് വെച്ചാൽ റോഷി അഗസ്റ്റിന്റെ കയ്യിൽ നിന്ന് പിടിയുന്നത് പോകുന്നതാണ് കണ്ടത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും മാണി ഗ്രൂപ്പിന് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് മധ്യ കേരളത്തിൽ നിന്ന് നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുറച്ച് വീക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിലൊരു പ്രധാന സംഗതിയുള്ളത് നേരത്തെ സാജു പറഞ്ഞതുപോലെ UDFിലേക്ക് മടങ്ങിപ്പോകാം. സ്വാഭാവിക ആവാസ സ്ഥാനം UDF ആണെന്ന് വിചാരിക്കുന്ന ആളുകൾ അതിനകത്തുണ്ട്. അവർ ആ പ്രശ്നം റൈസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ റോഷി അഗസ്റ്റിൻ നേരിട്ട് ഇടപെട്ടുകൊണ്ടല്ല LDF അധികാരത്തിൽ തുടരാൻ പോവുകയാണ്, നമ്മൾ ഇവിടെ നിൽക്കണമെന്ന് നിലപാട് സ്വീകരിച്ചു. കാരണം അദ്ദേഹം അവിടെ മന്ത്രിയായി തുടരാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം LDFിനകത്താണ്. അത് നിർത്തിയിട്ട് അദ്ദേഹത്തിന് പാതി ഇറങ്ങാൻ കഴിയില്ല. അദ്ദേഹം അതിനുവേണ്ടി ഫോഴ്സ് ചെയ്തു. ജോസ് കെ മാണിക്ക് അങ്ങനെ ഫോഴ്സ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ തട്ടകം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പൊ ഇത്തവണ UDF അധികാരത്തിൽ വരികയും LDF പരാജയപ്പെടുകയും ചെയ്തു എന്ന് വരിക. അതിൽ തന്നെ ജോസ് കെ മാണി പാലായിൽ നിന്ന് വിജയിക്കുകയും ചെയ്യുന്നു. ജോസ് കെ മാണി നോക്കുമ്പോൾ പാലായിൽ നിന്ന് ആറ്റുനോറ്റ് വിജയിച്ചു, പക്ഷെ മന്ത്രിയാകാൻ യോഗമില്ല എന്ന നില വന്നു. അപ്പുറത്ത് പോയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും വില പൈസ കൊള്ളാവുന്ന മന്ത്രിസ്ഥാനം വാങ്ങാമായിരുന്നു എന്ന നിരാശ ഉടലെടുക്കുകയും ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ സമയമായി എന്ന് പറഞ്ഞ ആളുകൾ രംഗപ്രവേശനം ചെയ്യുകയും ചെയ്യും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മാണി ഗ്രൂപ്പിനകത്ത് ചിതറിപ്പോകാം അല്ലെങ്കിൽ പിരിഞ്ഞു പോകാമെന്ന മൂഡുണ്ടാക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, UDF അധികാരത്തിൽ വരുന്നു എന്ന് കരുതുക, വന്നേക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ UDF അധികാരത്തിൽ വരുമ്പോൾ അതൊരു നാരോ എഡ്ജിലാണ് വരുന്നത് എന്ന് വിചാരിക്കുക. ചെറിയ എഡ്ജിലാണെങ്കിൽ മുന്നണിയെ വലുതാക്കേണ്ട ബാധ്യത എവിടെ വരും? പണ്ട് 72 സീറ്റിൽ വന്നിട്ട് ഉമ്മൻചാണ്ടി സെൽവരാജിനെ കൊണ്ടുവന്ന ഓർമ്മയില്ലേ? അതുപോലെ മുന്നണി വിപുലമാക്കുക, വലുതാക്കുക. കാരണം അത് കംഫർട്ടബിളായി നിൽക്കാൻ, സെക്യൂറായി നിൽക്കാൻ വേണ്ടി അവരതിനുള്ള പണിയെടുക്കും. ആ പണിയെടുക്കുമ്പോൾ വരാൻ സന്നദ്ധനായി അപ്പുറത്തുണ്ടാവുക പാലായിലെ ജോസ്മാനായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു കഥ കോൺഗ്രസ് ഉപശാലകളിൽ ഇപ്പോഴേ പ്രചരിക്കുകയും ചെയ്യും. ഈ കേൾക്കുന്ന ഇപ്പൊ വന്നിട്ടുള്ള ഈ എന്താണ് എക്സിറ്റ് പോളുകളെല്ലാം ഈ ചെറിയ എഡ്ജ് പ്രവചിക്കുമ്പോൾ പല കഥകളും ഉണ്ട്. അതിനകത്തുള്ള ഒന്നാണ് ചെറിയ ചെറിയ കക്ഷികളുമായി ദൂതന്മാർ സംസാരിച്ചു തുടങ്ങിയത് കേൾക്കുന്നു. വെരിഫൈഡ് അല്ല, പക്ഷെ അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ചെറിയ എഡ്ജിലാണ് UDF ജയിക്കുന്നതെങ്കിൽ ജോസ് കെ മാണി ജയിച്ച് അപ്പുറത്ത് നിൽക്കുന്ന ജോസ് കെ മാണി ആയിരിക്കും അവരുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ്. അതിൽ കൊത്താൻ ജോസ് കെ മാണിക്ക് തടസ്സമൊന്നും ഉണ്ടാവില്ല. ജനങ്ങൾ തിരസ്കരിച്ച ഒരു ഭരണകൂടത്തിന്റെ കൂടെ നിൽക്കേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള ന്യായം ഇഷ്ടംപോലെ ഉണ്ടാക്കാം. പോവേണ്ടി വരും. റോഷി തോറ്റുപോയ റോഷിക്ക് അത് വേറെ വഴി ഉണ്ടാവില്ല. ജയിച്ച റോഷിയാണെങ്കിൽ അദ്ദേഹത്തിന് മസിൽ പിടിക്കാം. തോറ്റുപോയിട്ടുണ്ടെങ്കിൽ, ഇടുക്കിയിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ റോഷിക്ക് പോവേണ്ടി വരും. ഇനി റോഷിയും ജോസ്മോനും ജയിച്ചാൽ അതിനകത്ത് പിളർപ്പുണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അതിലെ നല്ല വിഭാഗം ആളുകൾ UDFിനൊപ്പം പോകണം. UDFിലാണ് നമുക്ക് വിലപേശൽ ശേഷി കൂടുതലെന്ന് ആഗ്രഹിക്കുന്നു. ദ ലാസ്റ്റ് പോയിന്റ് ഈസ് കേരള കോൺഗ്രസിന്റെ ബാക്ക് ബോണായിട്ട് പിന്നിൽ നിൽക്കുന്നത് അവിടുത്തെ സഭകളാണ്. ആ സഭകൾ അവരുടെ നിലപാട് മാറ്റിക്കഴിഞ്ഞു നമുക്കറിയാം. സോ സഭകൾ UDFിനൊപ്പം നിൽക്കുകയും ജോസ്മോനും അദ്ദേഹത്തിന്റെ പാർട്ടിയും LDFിൽ നിൽക്കുക എന്നുള്ളത് ദീർഘകാലം പോകാൻ കഴിയുന്ന ഒരു മോഡലല്ല. ആ മോഡലിന് മാറി ചിന്തിക്കേണ്ടി വരും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം വലിയ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഉണ്ടാക്കാൻ പോകുന്നത് കേരള കോൺഗ്രസ് എമ്മിൽ തന്നെയായിരിക്കും. കാരണം മുന്നണി മാറുന്നില്ല, LDFിൽ തന്നെ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞവിടെ നിൽക്കുകയാണ്. മാറിയാൽ മതിയായിരുന്നു എന്ന തോന്നൽ ഒരുപക്ഷെ എമ്മിൽ ഉണ്ടായേക്കാം. അത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ആശ്രയിച്ചിരിക്കും. മടങ്ങിയെത്താം.